ചേരുകയാണ്. ആദർശ് 6 യാത്രക്കാരോട് ഹാജരാകണമെന്നായിരുന്നു DGCയെ നിർദ്ദേശിച്ചിരുന്നത്. ഇപ്പോൾ ഹാജരായിരിക്കുന്ന ഈ 4 പേരിൽ നിന്നും എന്തെല്ലാം വിവരങ്ങളാണ് എടുക്കുന്നത്? ചോദ്യം ചെയ്യൽ ഇപ്പോഴും തുടരുകയാണോ? പ്രജല ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നു. ഏകദേശം 1.5 മണിക്കൂറായി വ്യോമയാന സുരക്ഷാ വിഭാഗം ചെന്നൈ റീജിയണൽ ഡയറക്ടർ ശരത് ശ്രീനിവാസന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ചോദ്യം ചെയ്യുന്നത്. 6 യാത്രക്കാരോട് ഹാജരാകാനായിരുന്നു ആവശ്യപ്പെട്ടിരുന്നത്. എന്നാൽ 4 പേർ മാത്രമേ ഹാജരായിട്ടുള്ളൂ. 2 പേർ ഇപ്പോഴും വന്നിട്ടില്ല. ഇവർ രാവിലെ 9 മണിക്ക് ഇവരോട് ഇവിടെ ഹാജരാകണം, തെളിവെടുപ്പിന് ഹാജരാകണമെന്നായിരുന്നു സുരക്ഷാ വിഭാഗം ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടത്. അതുകൊണ്ട് തന്നെ മലപ്പുറം ഉൾപ്പെടെ ദൂരസ്ഥലങ്ങളിൽ നിന്നുള്ളവർ 9 മണിക്ക് മുൻപായി തന്നെ ഇവിടെ എത്തിയിരുന്നു. എന്നാൽ 10 മണിയോടുകൂടി മാത്രമാണ് സുരക്ഷാ വിഭാഗം ഉദ്യോഗസ്ഥർ പ്രാഥമിക തെളിവെടുപ്പ് ഇവരിൽ നിന്നും നടത്തിയത്. 10:45 ശരത് ശ്രീനിവാസൻ ഇവിടെ എത്തിയതും ഇവരിൽ നിന്ന് തെളിവെടുപ്പ് നടത്തിയതും അത്തരത്തിൽ ചെറിയൊരു പ്രതിഷേധം ഇവിടെ ഉയർന്നിരുന്നു. 1.25 മണിക്കൂറോളം തങ്ങൾക്ക് ഇവിടെ കാത്തു നിൽക്കേണ്ടി വന്നു. വീണ്ടും തങ്ങളെ അപമാനിക്കാനുള്ള ഒരു ശ്രമമാണോ ഉദ്യോഗസ്ഥർ നടത്തുന്നതെന്ന് ആരോപിച്ച് യാത്രക്കാർ ചെറിയ തോതിലുള്ള ഒരു പ്രതിഷേധം ഉയർത്തിയിരുന്നു. ഇപ്പോൾ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ്. മറ്റൊരു കാര്യം, അന്ന് വിമാനത്തിലുണ്ടായിരുന്ന 4 ജീവനക്കാരും കൂടി ഇപ്പോൾ ഹാജരായിട്ടുണ്ട്. അവരിൽ നിന്നും ശരത് ശ്രീനിവാസന്റെ നേതൃത്വത്തിലുള്ള സംഘം തെളിവെടുപ്പ് നടത്തുന്നു. ഒരു നടപടി ഉണ്ടാകില്ല എന്ന് തന്നെയാണ് ഇവരെല്ലാവരും പ്രതീക്ഷിക്കുന്നത്. കാരണം ഇന്ന് ആഭ്യന്തരമന്ത്രി അത്തരത്തിലുള്ള ഒരു സൂചന നൽകിയിരുന്നു. ഇവർക്കെതിരെ നടപടി ഉണ്ടാകില്ലെന്ന് പറഞ്ഞിരുന്നു. ഈ സംഭവം നടന്ന DGP പറഞ്ഞിരുന്നു ഒരു നടപടി ഉണ്ടാകില്ലെന്ന്. അതുകൊണ്ട് തന്നെ ഇവരുടെ പ്രതിഷേധം ഏത് തലം വരെ പോയി എന്ന് അറിയിക്കുക, അത് അറിയുകയാണ് ഈ സംഘത്തിന്റെ ലക്ഷ്യമെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നു. പൈലറ്റ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ DGCയെ നിയോഗിച്ച സംഘം ഇന്നലെ തിരുവനന്തപുരത്ത് പരിശോധന നടത്തിയിരുന്നു. ഒരു വിമാനം റാഞ്ചാനുള്ള ഒരു ശ്രമം യാത്രക്കാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ല എന്നാണ് വലിയതുറ പോലീസ് റിപ്പോർട്ട് നൽകിയത്. എങ്കിൽ പോലും യാത്രക്കാരുടെ പ്രതിഷേധം ഏതറ്റം വരെ പോയി എന്ന തരത്തിലുള്ള ചോദ്യങ്ങളാണ് ഇപ്പോൾ ശരത് ശ്രീനിവാസന്റെ നേതൃത്വത്തിലുള്ള സംഘം ചോദിക്കുന്നത്. മറ്റൊരു കാര്യം, വിമാനത്തിൽ ഇവരോടൊപ്പം ഉണ്ടായിരുന്ന യാത്രക്കാരും ഇവിടെ എത്തിയിട്ടുണ്ട്. തങ്ങൾക്ക് വേണ്ടി പ്രതിഷേധിച്ചവരെ, തങ്ങൾക്കൊരാവശ്യം വന്നപ്പോൾ പ്രതിഷേധവുമായി മുന്നിട്ട് നിന്നവരെ കള്ളക്കേസിൽ കൊടുക്കാനുള്ള ഒരു ശ്രമമാണോ ഉദ്യോഗസ്ഥരുടേതെന്നാണ് ഇവരുടെ ആരോപണം. ഒപ്പം കേരള പ്രവാസി സംഘിന്റെ പ്രവർത്തകർ ഇവിടെ എത്തിയിട്ടുണ്ട്. പ്രവാസി മലയാളികളോട് കാണിക്കുന്ന ക്രൂരതയാണെന്നും ഇവർ പറയുന്നു. ഒരു പ്രത്യക്ഷ സമരത്തിലേക്ക് തന്നെ നീങ്ങാനാണ് അവരുടെ ശ്രമം. ഇതിന്റെ പ്രവർത്തകരോട് എത്തിയിട്ടുണ്ട്. ഏത് തരത്തിലുള്ള ഒരു നീക്കം, ഒരു ഗൂഢനീക്കം ഇവർക്കെതിരെ നടക്കുന്നുണ്ട് എന്ന് നിങ്ങൾ സംശയിക്കുന്നുണ്ടോ? ഇവര് സ്വാഭാവികമായിട്ട് ഇത് രാജ്യമാകെ സ്വകാര്യവൽക്കരിക്കുന്ന ഒരവസ്ഥയിലേക്കുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളാകമാണ്. ഇപ്പോൾ എയർ ഇന്ത്യയെ ഇത്തരത്തിൽ നശിപ്പിക്കുന്നതിനാവശ്യമായ ഇടപെടൽ ഇതിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നുണ്ട് എന്ന്, അത് കേന്ദ്രതലത്തിലും മറ്റ് എല്ലാ മേഖലയിൽ നിന്നും ഇത്തരത്തിലുള്ള ഇടപെടൽ നടക്കുന്നുണ്ടെന്നുള്ളത്. കാരണം നമുക്കറിയാം, മറ്റ് എയർലൈൻസുകൾ ഇവിടെ വിദേശ രാജ്യങ്ങളുടെ സൗദി അറേബ്യ, ഖത്തർ എയർവേസ്, ഒമാൻ എയർവേസ്, അങ്ങനെ ഒട്ടനവധി എയർലൈൻസുകൾ വരുന്നത്. അവരുടെ ഭാഗത്തുനിന്നൊന്നും ഉണ്ടാവാത്ത ഈ ഒരു വീഴ്ച എയർ ഇന്ത്യയിൽ മാത്രം അടിക്കടി ഉണ്ടാവുന്നത് എന്താണെന്നുള്ളത് സ്വാഭാവികമായിട്ടും സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇത്തരത്തിൽ ഇനിയും അങ്ങനെ തുടർന്നു പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു കാരണവശാലും ഇത് അനുവദിക്കാൻ കഴിയില്ല. പാവപ്പെട്ട പ്രവാസികളെ എക്കാലവും ഇത്തരത്തിൽ ദുരിതത്തിൽ ഇപ്പോൾ പ്രജല, വിമാനത്തിലുണ്ടായിരുന്ന ഒരു യാത്രക്കാരനും നമ്മളോട് ചേരുകയാണ്. തങ്ങളുടെ കൂടെ നിന്നവർക്കെതിരെ കള്ളക്കേസെടുക്കാൻ ശ്രമിച്ചാൽ ശക്തമായി പ്രതികരിക്കുമെന്ന് തന്നെയാണ് അവർ പറയുന്നത്. അത് കൃത്യമായിട്ട് അതിനുവേണ്ടി എല്ലാ തീരുമാനങ്ങളും എടുത്തിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഇതിൽ നിന്ന് ഒറ്റപ്പെട്ടിട്ട് 1-2 ആൾക്കാരുടെ പേരിലോ അല്ലെങ്കിൽ 5-6 ആൾക്കാരുടെ പേരിലോ ഒരു നടപടി ഉണ്ടാകുന്ന പ്രശ്നത്തിലേക്ക് ഒരു കാരണവശാലും വിട്ടുകൊടുക്കുന്നതല്ല. ഇത് ഞങ്ങൾ യാത്രക്കാരുടെ മൊത്തം ഒരു ഇഷ്യൂ ആയിട്ട് എടുക്കുകയും അതിനുവേണ്ടി എന്ത് നടപടികൾ എടുക്കാൻ ഏതറ്റം വരെ പോകാനും ഞങ്ങൾ തയ്യാറാണ്. അതിനുവേണ്ടി ഞങ്ങളിവിടെ കാത്തു നിൽക്കുന്നത്. നന്ദി ആദർശ്. വിശദമായ റിപ്പോർട്ടിന്. അനിഷ്ട സംഭവങ്ങളെക്കുറിച്ച് പോലീസ് അന്വേഷിച്ചു വരികയാണെന്ന് ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു. പ്രശ്നം കേരള പോലീസിനെ വൈകിയാണ് അറിയിച്ചത്. യാത്രക്കാരെ ബുദ്ധിമുട്ടിക്കുന്ന നിലപാട് ഒഴിവാക്കണമെന്നും അതേസമയം പൈലറ്റ് പരാതി നൽകിയ സാഹചര്യത്തിൽ സമഗ്രമായ അന്വേഷണം നടത്തേണ്ടതുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ഇവിടെ ഉണ്ടായ സംഭവങ്ങളെല്ലാം ദൗർഭാഗ്യകരമാണ്, ഒരു സംശയമില്ല. നമ്മുടെ പാസഞ്ചേഴ്സിനായിട്ട് വിഷമിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്യരുത്. ഒരു പെറ്റീഷൻ കിട്ടുമ്പോൾ ആ പെറ്റീഷനെ കുറിച്ച് നമ്മളുടെ ഫയലിലോട്ട് അത് പോകും. ആ പെറ്റീഷൻ ഏത് രൂപത്തിൽ ഡിസ്പോസ് ചെയ്യണമെന്നുള്ളത് പിന്നീട് നമ്മൾ ആലോചിച്ച് തീരുമാനിക്കേണ്ട കാര്യമാണ്. തിരുവനന്തപുരത്തിലെ വിമാന റാഞ്ചൽ പരാതിയെക്കുറിച്ച് അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘത്തിന് എയർ ഇന്ത്യയിലെ ജീവനക്കാരെ ചോദ്യം ചെയ്യാൻ കഴിഞ്ഞില്ല. യാത്രക്കാർ കോക്പിറ്റിലേക്ക് കടന്നതായി പൈലറ്റ് നൽകിയ പരാതിയെക്കുറിച്ച് അന്വേഷിക്കാനാണ് ജീവനക്കാരെ പോലീസ് വിളിപ്പിച്ചത്. യാത്രക്കാരെ ഹാജരാക്കണമെന്നാവശ്യപ്പെട്ട് പൂന്തുറ CI ആണ് എയർ ഇന്ത്യക്ക് നോട്ടീസ് നൽകിയത്. എന്നാൽ ഔദ്യോഗിക തിരക്കുകൾ ഉള്ളതിനാൽ ജീവനക്കാർ ഇന്ന് ഹാജരായില്ല. ജീവനക്കാരുടെ സൗകര്യമനുസരിച്ച് മൊഴി രേഖപ്പെടുത്തുമെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ പറഞ്ഞു.